പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇന്നലെ രമേശ് ചെന്നിത്തല SITക്ക് നൽകിയത്. അതായത് രമേശ് ചെന്നിത്തല പറയുന്നത് 500 കോടിയുടെ തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നത്. ഇതുവരെ ഈ പൈസ അല്ലെങ്കിൽ പണം എത്രയാണ് എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, പക്ഷെ അത് ഇത്ര കോടിയാണ് എന്നാരും പറഞ്ഞിട്ടില്ല. അപ്പൊ 800 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. മാത്രമല്ല രമേശ് ചെന്നിത്തല ഇതിൽ പറഞ്ഞ മറ്റൊരു കാര്യം, ഇതിൽ ഒരു അന്താരാഷ്ട്ര ബന്ധമുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്നു. 2007 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ ഈ സോണിയാഗാന്ധിയുടെ ഒരു സഹോദരി ഇറ്റലിയിൽ ഈ പുരാവസ്തു വിൽപ്പനയും വാങ്ങലും ഒക്കെ നടത്തുന്ന ഒരു സ്ത്രീയാണ്. മരുമകൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിന്റെ ചിത്രങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ നിൽക്കുമ്പോഴും രമേശ് ചെന്നിത്തല SITക്ക് വളരെ വിശദമായ ഒരു കത്തെഴുതി SIT രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കോൺഗ്രസിനെ ഏത് തരത്തിൽ പ്രതിരോധത്തിലാക്കും? കാരണം കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ അവരുടെ ആളുകളും ദേവസ്വം വകുപ്പിൽ ഉണ്ടായിരുന്നു. CPM മാത്രമല്ല, കോൺഗ്രസ് ഇതുവരെ ഇതിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്. ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. BJP പോലെ തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് മിണ്ടിയിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിൽ, ഈ 500 കോടി അത് കടൽ കടന്ന് അയ്യപ്പനെയും കൊണ്ട് പോയതായിരിക്കുമോ? രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഈ വിവരങ്ങളെല്ലാം നൽകിയത് ഈ അന്താരാഷ്ട്ര കൊള്ളസംഘത്തിൽപ്പെട്ട ഒരാളാണ് എന്നാണ്. എന്നുവെച്ചാൽ ഈ ശബരിമലയിലെ സ്വർണ്ണമോഷ്ടാവല്ല, അവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘത്തിലെ ഒരാൾ. എന്നുവെച്ചാൽ ഈ കേസുമായി അദ്ദേഹത്തിന് യാതൊരു ബന്ധം ഉണ്ടാവില്ല. പക്ഷേ ഈ അധോലോകത്തിന്റെ പല മറ്റ് പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ. അയാൾ നൽകിയ വിവരം എന്ന നിലക്കാണ് രമേശ് ചെന്നിത്തല ഈ വിഷയം SITയുടെ മുന്നിൽ കൊണ്ടുവരികയും റിട്ടേണായിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു. എഴുതി കൊടുത്തിരിക്കുകയാണ് ശരിക്കും. അങ്ങനെ എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു രേഖയാണ്. ആ രേഖയിൽ അദ്ദേഹം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് 500 കോടി രൂപയുടെ കച്ചവടം തന്നെയാണ്, അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘം തന്നെയാണ്, ആന്റിക്കുകൾ അല്ലെങ്കിൽ പുരാവസ്തുക്കൾ, അതോടൊപ്പം തന്നെ പൗരാണികമായിട്ടുള്ള ദൈവിക സ്വഭാവമുള്ള ശില്പങ്ങളും അതുപോലെ ഉള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ പ്രതിമകൾ, വിഗ്രഹങ്ങൾ, പല പേരിലും എന്ന് പറയാം. ഇതൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വിൽപ്പന നടത്തുന്ന വലിയൊരു സംഘമുണ്ട്. ആ സംഘത്തിൽപ്പെട്ട ഒരാളാണ് കൃത്യമായിട്ട് ഈ വിവരങ്ങളെല്ലാം രമേശ് ചെന്നിത്തലക്ക് നൽകിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം കോൺഗ്രസും BJPയും ഒക്കെ ഇതിൽ ഒരു മൗനത്തിന്റെ സ്വഭാവം പുലർത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ ധീരമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാനും അതിൽ തന്റെ സാക്ഷി വിസ്താരത്തിന് പോലും താൻ തയ്യാറാണെന്ന്, അല്ലെങ്കിൽ തന്റെ പങ്ക് വേണമെങ്കിൽ ഇതിനകത്ത് വെച്ചോളൂ എന്ന നിലയ്ക്ക് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരിക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യം. എന്നുവെച്ചാൽ കേസിൽ അദ്ദേഹം ഇൻവോൾവ് ആയിക്കഴിഞ്ഞു. അദ്ദേഹം ശബരിമല കൊള്ളക്കെതിരായിട്ട് മൊഴി കൊടുക്കാനും മറ്റു വിവരങ്ങൾ നൽകാൻ തയ്യാറാണ് എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്. ഇതിന് ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നിരവധി വിഷയങ്ങളിൽ ഇതേപോലെയുള്ള രേഖകൾ കൊണ്ടുവരികയും സർക്കാരിനെ ആഞ്ഞടിക്കുകയും ചെയ്തു എന്നറിയാം. ആ രേഖകളൊക്കെ സംഘടിപ്പിക്കാനായിട്ടുള്ള വഴികൾ അദ്ദേഹത്തിന് അന്നറിയാം. അദ്ദേഹത്തിന് അത്തരം ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ഇപ്പോഴും അദ്ദേഹം ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ടൊരു കാര്യം അദ്ദേഹം കോൺഗ്രസിനോടും അതേപോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും പറയുന്നുണ്ട്, എനിക്കിപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നു. കാരണം സതീശന് പറ്റാത്ത രേഖകളാണ് ഇവിടെ രമേശ് ചെന്നിത്തല മുന്നിൽ വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ കേസിന്റെ പ്രധാനപ്പെട്ട ചർച്ചകളിലേക്ക് രമേശ് ചെന്നിത്തല ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നു. ശരിയല്ലേ? പക്ഷേ രമേശ് ചെന്നിത്തല ഈ അടുത്ത കാലത്തായി രമേശ് ചെന്നിത്തല പാർട്ടിയോട് അത്ര വലിയ അടുപ്പത്തിലല്ല. കാരണം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അധികാരം ഒരു വല്ലാത്ത ഈ എന്താ പറയുക, ഈ സിരകളിൽ ഇങ്ങനെ കയറി ഈ ഉടുമ്പ് പിടിച്ചതുപോലെ പിടിച്ച ഒരു സംഭവമാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അധികാരം എന്ന് പറയുന്നത്. ഒന്നുകിൽ അടുത്ത മുഖ്യമന്ത്രി ആകണം, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെങ്കിലും ആകണം. UDF അധികാരത്തിൽ വന്നാൽ ഈ ഒരു സമയത്ത് ദേശീയ നേതൃത്വത്തിന് പൊതുവെ ചെന്നിത്തലയോട് വലിയ താല്പര്യം ഈ അടുത്ത കാലത്ത് ഇല്ല. അങ്ങനെയാണ് എങ്കിൽ തനിക്ക് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളെ കുറിച്ച് അറിയാം. ഇതിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ദേശീയ തലത്തിലുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് പുറത്തു പറയും, അല്ലെങ്കിൽ ഞാൻ അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ് എന്ന് ദേശീയ നേതൃത്വത്തോട് പറയാതെ പറയുകയാണോ ചെന്നിത്തല? അങ്ങനെയാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ അതിനൊരു ബ്ലാക്ക് മെയിലിംഗ് സ്വഭാവമുണ്ട്. ബ്ലാക്ക് ചെയ്യണം, കോൺഗ്രസ് നേതൃത്വത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യാം. അപ്പൊ അവര് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയായിട്ട് സംസാരിക്കുകയും രമേശ് ചെന്നിത്തല മെരുക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. ആ മെരുക്കൽ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെ ഒരു ആഗ്രഹ സാക്ഷാത്കാരം. ഒന്നിലെ അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രിയാക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയാക്കും എന്ന നിലയ്ക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു മോട്ടിവേഷനായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. കാരണം ഇതിങ്ങനെ പ്രസന്റ് ചെയ്യും. വെറുതെ നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകരുത്, ഇതിനകത്ത് ഇങ്ങനെ അപകടങ്ങളുണ്ട് എന്ന് ഇതിൽപ്പെട്ട അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾ ഇടപെടുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അതൊരു ബാർഗൈനിങ് പവറായി മാറും. ആ ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്ത ഒന്നായി ഇതിനെ കണക്കാക്കാം ഒരു വശം. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ അധോലോകത്ത് നിന്ന് വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം നമ്മൾ പറയുന്നു, SITയോട് പറയുന്നു. വെറുതെ ചുമ്മാ SITയോടൊക്കെ അങ്ങനെ പറയാനും എഴുതി കൊടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവ് നിലക്ക് അദ്ദേഹത്തിന്റെ നില പരിഗണിക്കാൻ സാധ്യത കൂടുതലാണ്. എന്തെങ്കിലും വളരെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആധികാരികമായ
രേഖകളുടെയോ അല്ലെങ്കിൽ അറിവിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇത് പറഞ്ഞതെന്ന് നമ്മൾ കണക്കാക്കാൻ പറ്റുള്ളൂ. ധന്യ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഇതുവരെ ആരും എത്ര കോടി രൂപയുടെ ഒരു അഴിമതിയാണ് അവിടെ നടന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ രമേശ് ചെന്നിത്തല കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് 500 കോടി രൂപയുടെ ഒരു കച്ചവടമാണ്, അഴിമതിയാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ അദ്ദേഹത്തിന് പറയാനായിട്ട് കഴിയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് പല രേഖകളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ആ രേഖകളൊക്കെ ലഭിക്കാനായിട്ടുള്ള ഒരു സോഴ്സ് ഉള്ള കോൺഗ്രസിലെ ഏക നേതാവാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് ഇതെല്ലാം അധോലോക ബന്ധമുള്ള ഒരു നേതാവ്. അങ്ങനെയാണെങ്കിൽ അയാളെ ഇനിയും പല കാര്യം അല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ചില അതിജീവിതമാനം പോലെയാണ് ചെന്നിത്തല. ഈ പീഡനം നടന്ന സമയത്ത് പറയില്ല, കുറെ കാലം കഴിഞ്ഞതിന് ശേഷം എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നത് പോലെയാണ് ചെന്നിത്തല. ഈ അധോലോക ബന്ധമായിട്ട് 500 കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ചെന്നിത്തല കുറെ നാൾ മുമ്പ് അറിയാമല്ലോ. എന്തുകൊണ്ട് ചെന്നിത്തല ഇത് ഇത്രയും നാൾ പറഞ്ഞില്ല? നേരത്തെ അറിയില്ല. ഇപ്പോഴാണ് ഈ അധോലോകവുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരാൾ എന്ത് ചെയ്യുന്നത്, രമേശ് ചെന്നിത്തല എത്തുന്നത്. എന്നിട്ട് ഈ വിവരങ്ങളൊക്കെ അദ്ദേഹത്തിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ച് ഇതിനകത്ത് കാമ്പുണ്ട് എന്ന് കണ്ടിട്ടാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് മാത്രമല്ല, SITയുടെ മുന്നിൽ മൊഴി കൊടുക്കാമെന്നും ഈ അന്വേഷണത്തിൽ പങ്കാളിയാകാം എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ വ്യക്തി SITയുടെ മുന്നിലെത്തി ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം SITയോട് പറയാം എന്ന് പറഞ്ഞു. അതൊരു വലിയ സാധ്യതയാണ് ശരിക്കും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ഉടനെ തന്നെ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാനായിട്ട് SIT തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനത്തിന് പ്രസക്തിയില്ല. കാരണം വെറുതെ ഒരാൾ അവിടെ വഴിവെക്കിൽ നിന്ന് ഒരു വഴിയോര കാഴ്ചക്കാരന്റെ ഒരു പ്രസംഗം മാത്രമായിട്ടൊന്ന് മാറിയിരുന്നെങ്കിൽ SIT അവരുടെ മൊഴിയെടുക്കാൻ പോകില്ല. പക്ഷെ SITക്ക് തോന്നിയിട്ടുണ്ടാവും ഇതിൽ ഇങ്ങനെയുള്ള ഒരു പഴുതുണ്ട്, അയാളിലൂടെ പോയി കഴിഞ്ഞാൽ ആരെല്ലാമാണ് അതിന്റെ അകത്ത് ഇടപെട്ടിരിക്കുന്നത് എന്ന് കണ്ടെത്താം എന്നുള്ളത്. ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് 2 ലക്ഷ്യങ്ങൾ ഇതിനകത്ത്. ഒന്ന്, ഈ കേസ് സംബന്ധമായിട്ട് ഈ അധോലോകത്തെയൊക്കെ എങ്ങനെയാണ് പിടികൂടേണ്ടത്, അത് അദ്ദേഹത്തിന്റെ വളരെ വിശാലമായിട്ടുള്ള രാജ്യ താല്പര്യത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ നല്ല വശമായിട്ട് നമുക്ക് കണക്കാം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തെ കേരളത്തിലെ കോൺഗ്രസ്, നമ്മുടെ KPCC എന്ന് പറയുന്ന സ്ഥാനം അദ്ദേഹത്തെ ഒതുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരോട് പറയണം, അങ്ങനെ ഒതുക്കാൻ വരണ്ട, എന്റെ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്നെ ഒതുക്കി കഴിഞ്ഞാൽ പല ആളുകളും അകത്താവും. അതെ, വലിയ വലിയ ആളുകള് അത് കോൺഗ്രസിന്റെ വലിയ ആളുകളായിരിക്കും. അതുകൊണ്ട് വെറുതെ കളിക്കല്ലേ എന്ന് പറയുന്ന ഒരു പേടിപ്പെടുത്തൽ, ഒരു ബ്ലാക്ക് മെയിൽ അതിന്റെ പിന്നിലുണ്ട്. അത് ഇത് രണ്ടുമാണ് അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു.